പ്രതിഷേധം ശക്തമാക്കിയ LPST ഉദ്യോഗാർത്ഥികൾ പ്രതീകാത്മകമായി ഉദ്യോഗാർത്ഥികൾ ചിതയൊരുക്കി കത്തിച്ച് പ്രതിഷേധിച്ചു. മറ്റു വഴികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം സമര രീതികളിലേക്ക് തിരിയേണ്ടി വരുന്നതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. BJP സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉദ്യോഗാർത്ഥികൾ ജോലി തേടി സമരമിരിക്കാൻ തുടങ്ങിയിട്ട് 36 ദിവസം പിന്നിട്ടു. നിരാഹാര സമരം തുടങ്ങിയിട്ട് 12 ദിവസവും മണ്ണ് കഴിച്ചും പുല്ല് കഴിച്ചും നിലത്തിഴഞ്ഞും എന്നിട്ട് സർക്കാർ തിരിഞ്ഞു നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് പ്രതീകാത്മകമായി ചിതയൊരുക്കിയത്. പഠിച്ചു നേടിയ സ്വപ്നങ്ങൾ തെരുവിൽ കത്തി കഴിയുന്നു. ഞങ്ങളുടെ സ്വപ്നം പൊലിയുന്നേ, ഞങ്ങളുടെ സ്വപ്നം പൊലിയുന്നേ. നിരാഹാര സമരം തുടരുന്ന അസോസിയേഷൻ സെക്രട്ടറി വളർമതിയുടെ ആരോഗ്യനില മോശമായിട്ടും സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് സമരം കടുപ്പിക്കാനുള്ള പ്രധാന കാരണം. 36 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടും രാത്രിയും പകലും ഇല്ലാതെ ഈ തെരുവോരത്ത് ഞങ്ങളുടെ വീടും വീട്ടുകാരെയും വിട്ടിട്ട് കുട്ടികളെയെല്ലാം വിട്ടിട്ട് വന്നിട്ടുള്ളവരാണ് ഇവരൊക്കെ. ഞങ്ങളുടെ ടീച്ചർ 12 ദിവസമായി നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് ടീച്ചറുടെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജീവൻ ഈ സെക്രട്ടേറിയറ്റിന്റെ അവരുടെ മൂക്കിന് താഴെ ഇവിടെ ഒരു ജീവൻ ഇങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തത്? സർക്കാർ നിയമനം നടത്താതെ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം.